നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കിബിലയുടെ നേരെ തുപ്പുന്നവനുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? ഞാനോ നിങ്ങളോ ഇത് ശ്രദ്ധിക്കാറുണ്ടോ? എവിടെ വേണമെങ്കിലും തുപ്പുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാം പറയുന്നുണ്ട് എവിടെയാണ് തുപ്പേണ്ടത്. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എങ്ങോട്ടാ തുപ്പണേ? ഞാനിപ്പോ ഇങ്ങനെ നിൽക്കുക, ഞാൻ എങ്ങോട്ടാ ഏറ്റവും കൂടുതൽ തുപ്പ? എങ്ങോട്ടാ തുപ്പേണ്ടത്? ഞാനിപ്പോ നിൽക്കുക, ഞാനിപ്പോ കിബിലയ്ക്ക് നേരെ നിൽക്കാൻ സങ്കല്പിക്കുക. ഞാൻ എങ്ങോട്ടാ തുപ്പണ്ടേ? നേരെയോ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ പുറകുഭാഗത്തോ അതോ മുകളിലോട്ടോ? എവിടെ തുപ്പണ്ടേ? ഇടതുഭാഗത്ത്. നമ്മൾ എവിടാ തുപ്പണേ? നമ്മൾ ആരെങ്കിലും ഇന്ന് വരെ, ഞാൻ ഈ ഹദീസ് വായിച്ചപ്പോ റബ്ബ് സത്യം ഞാൻ പേടിച്ചിരിക്കുക, അള്ളാഹു പുറത്തു തരുമാറാകട്ടെ, ഞാൻ ഇന്ന് വരെ നോക്കിയിട്ടില്ല. ഇത്രയും വലിയ ഒരു ശിക്ഷയാണ് അള്ളാഹു നാളെ പരലോകത്ത്. ഈ തുപ്പുന്ന തുപ്പലുകൾ മുഴുവനും നാളെ അവന്റെ മുഖത്തുണ്ടാകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടതുഭാഗത്താ തുപ്പേണ്ടത്. ഒരാൾ തുപ്പേണ്ടത് ഇടതുഭാഗത്താണ്. വലതുഭാഗത്ത് തുപ്പരുത്, മുമ്പിൽ തുപ്പരുത്. അപ്പൊ കിബിലയ്ക്ക് നേരെ നിന്ന് തുപ്പുക. പള്ളിക്കകത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ തുപ്പലെടുത്തിട്ട് പള്ളിയുടെ ഭിത്തിയില്, പായുടെ അടിയിൽ. അല്ലാഹു അലം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, കിബിലയുടെ നേരെ തുപ്പാൻ പാടില്ല. കിബിലയുടെ നേരെ തുപ്പാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളല്ലാതെ വലതുഭാഗത്തും നേരെ മുമ്പിലും ഈ തുപ്പുന്ന തുപ്പലുകൾ മുഴുവനും നാളെ പടച്ചറബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ അതെല്ലാം നമ്മുടെ മുഖത്ത് വന്ന് ചേരുകയാണ്. നമ്മുടെ മുഖത്ത് വന്ന് ചേരുകയാണ്. നാളെ അങ്ങനെ തുപ്പലുകൾ ചുമന്നുകൊണ്ട് റബ്ബിന്റെ കോടതിയിൽ ഏറ്റവും നിന്യനായി നിസാരനായി ഈ മനുഷ്യനെ കൊണ്ടുവരപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ കളയുന്ന ചില കാര്യമാണ്. പടച്ചവനെ, നഖം കടിക്കുമല്ലോ. നമ്മളിൽ പലരും നഖം കടിക്കാറുണ്ട്. ഇങ്ങനെ ഇരുന്ന് കടിച്ചങ്ങോട്ട് തുപ്പിക്കളയും. അല്ലെങ്കിൽ പലരും നഖം വെട്ടിയിട്ട്, സത്യത്തിൽ നഖം വെട്ടിയിട്ട് എന്താ ചെയ്യണ്ടേ? പറ, എന്താ ചെയ്യണ്ടേ? എത്ര പേര് കുഴിച്ചിടാറുണ്ട്? നമ്മളങ്ങോട്ട് നഖം വെട്ടുക, എവിടെയെങ്കിലും വെട്ടുക, ചിലര് കടിച്ചങ്ങോട്ട് തുപ്പുക പള്ളിക്കകത്തിരുന്നിട്ട്. മറ്റു ചിലരാണെങ്കിൽ നഖം വെട്ടും. പക്ഷെ എന്ത് ചെയ്യും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് തൂത്തു വെളിക്കളയും, ഇത്ര തന്നെ. എന്നാൽ സത്യത്തിൽ ആ വെട്ടുന്ന നഖം അത് നമ്മുടെ ശരീരത്തിലെ ഒരു അവയവമല്ലേ നഖം. ഈ നഖമൊക്കെ എന്ത് ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? കബറടക്കണമെന്ന്, അതിനാ കുഴിച്ചിടണമെന്ന് പറഞ്ഞ്. ഒരാളുടെ കൈ മുറിച്ചാൽ അത് കബറടക്കണ്ടേ? വെക്കണ്ടേ? നഖം. അതുകൊണ്ടാണ് മുടി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചെറുപ്പക്കാരൊക്കെ പഠിക്കണം. വലിയ അശുദ്ധിക്കാരനായിരിക്കുന്ന സമയത്താ മുടി വെട്ടുന്നേ. വലിയ അശുദ്ധിക്കാരനാ, ഫറദ് കുളിയുള്ള സമയത്ത് മുടി വെട്ട. എൻ്റെ സഹോദര, നീ ചിന്തിച്ചു നോക്ക്, എന്താ നിന്റെ അവസ്ഥ എന്ത്? നാളെ ഇതെല്ലാം നിന്റെ കയ്യിൽ വന്ന് ചേരും. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ദിവസം ഇതെല്ലാം നിന്റെ ശരീരത്ത് വന്ന് ചേരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട് അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാ, അള്ളാഹുവേ, കിബിലയുടെ ഭാഗത്തേക്ക് നിങ്ങൾ തുപ്പാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും കിബിലയുടെ ഭാഗത്തേക്ക് തുപ്പുകയാണെങ്കിൽ നാളെ ആ തുപ്പലുകൾ മുഴുവനും നിന്റെ മുഖത്ത് വന്ന് ചേരുകയാണ്. ഇത് ചുമന്നുകൊണ്ട് നാളെ പരലോകത്തേക്ക് കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ